ഒരു നിയോഗം പോലെയാണ് അവൾ എൻ്റെ കാറിന്റെ മുമ്പിൽ തന്നെ വന്ന് വീണ. വെറുതെയല്ല എനിക്ക് ആ കുട്ടിയോട് വല്ലാത്തൊരു അടുപ്പം ഫീൽ ചെയ്തത്. അവൾ എൻ്റെ അടുത്ത് വന്ന് ചേരേണ്ടവൾ തന്നെയായിരുന്നു. അതില് ഒരു സംശയവും വേണ്ട. ചേരേണ്ടവർ തന്നെ ചേർന്നു. ആ കുട്ടിക്ക് മരിച്ചുപോയ ഭാര്യയുടെ പേരിട്ടപ്പോൾ തന്നെ ഈ മനസ്സിലെന്താണെന്ന് ഞാൻ ഊഹിക്കേണ്ടതായിരുന്നു. എന്നിട്ടും വേറെ കല്യാണാലോചനയും കൊണ്ടുവന്ന ഞാൻ ഒരു മഹാമണ്ടൻ തന്നെ. ഇനിയൊരു വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മായ തന്നെ എന്ന് SP നേരത്തെ തീരുമാനിച്ചിരുന്നു അല്ലേ? എടോ, താൻ എന്തൊക്കെ ഭോഷത്തരോടായി പറയുന്നത്? എന്റെ മോളാവാൻ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വെച്ച് അനാവശ്യം ചിന്തിക്കുന്നതും തന്റെ മനസ്സിന് എന്തോ ഗുരുതരമായ പ്രശ്നമുള്ളതുകൊണ്ടാ. മായ എന്നുള്ള പേരാണ് തന്റെ പ്രശ്നമെങ്കിൽ ആ പേരിട്ടത് ഞാനല്ലാന്ന് പല പ്രാവശ്യം പറഞ്ഞതല്ലേ? എടോ, ഒരു മായ പോലെ എന്റെ കാറിന് മുന്നിൽ വന്ന് ചാടിയെന്ന് പറഞ്ഞപ്പോ ഇവിടെയുള്ള നേഴ്സാ ആ കുട്ടിയെ മായയാക്കിയത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ദൈവം നിങ്ങളെ തമ്മിൽ ചേർക്കാൻ ഉദ്ദേശിച്ചതുകൊണ്ട് നേഴ്സിന്റെ നാവിൽ അന്നങ്ങനെ വന്നത്. അവര് ഈ കിടക്കുന്ന ശില്പയ്ക്ക് മായ എന്ന പേര് പറഞ്ഞപ്പോ SP എതിർക്കാതിരുന്നത് ഈ കുട്ടി SPയുടെ മനസ്സിൽ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് കടന്നു കയറിയതുകൊണ്ടാണ്. നിങ്ങൾ തമ്മിൽ ഇത്തിരി പ്രായവ്യത്യാസമൊക്കെ ഉണ്ടായിരിക്കും. ഇന്നത്തെ കാലത്ത് അതൊരു വിഷയമേ അല്ല. റൂമിൽ വെച്ച് ആ കുട്ടി പറഞ്ഞത് കേട്ടില്ലേ? സ്വന്തം ജീവിതം കൊണ്ടുപോലും SPയുടെ കടം വീട്ടാൻ അവൾ ഒരുക്കമാണെന്ന്. കല്യാണമൊക്കെ തീരുമാനിച്ചിട്ട് തിരിച്ചു വരാം. ഇക്കാര്യം SPയുടെ മക്കളൊക്കെ അത് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ മതി. മിണ്ടരുതാൻ. പറഞ്ഞു പറഞ്ഞ് താനിത് എങ്ങോട്ടായി കയറി പോകുന്നത്?